ചോദ്യം നമ്പർ 4. ഒരു സമഷഡ്ഭുജത്തിന്റെ ബാഹ്യകോണുകളുടെ തുക എത്ര? ഒരു സമഷഡ്ഭുജത്തിന്റെ ബാഹ്യകോണുകളുടെ തുക എത്ര? 9ാം ക്ലാസ്സിലെ മാത്സിന്റെ ആദ്യ പാഠഭാഗമാണ് ബഹുഭുജങ്ങൾ. അതിനകത്ത് പഠിക്കാനുള്ള ഒരു നിയമമുണ്ട്. ഏതൊരു ബഹുഭുജത്തിൻ്റെയും ബാഹ്യകോണുകൾ, ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന കോണുകൾ ആന്തരകോണുകളാണ്, അതിന് പുറത്തു വരുന്ന കോണുകളുടെ തുക എപ്പോഴും എല്ലായ്പ്പോഴും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. എല്ലാ തരത്തിലുള്ള ബഹുഭുജങ്ങളുടെയും, ബഹുഭുജം എന്ന് പറഞ്ഞാൽ 3, 4, 5, 6 വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബഹുഭുജങ്ങളുടെ അകത്തും കോണുണ്ടാവും. നോക്കൂ, ഇതൊരു ബഹുഭുജമാണ്, ഇതിനകത്ത് കോണുണ്ട്, ഇതിൻ്റെ പുറത്തും കോണുകളുണ്ട്. ഈ കോണുകളുടെ തുക ആണ് ഞാനിപ്പോൾ രണ്ടാമത് വരച്ചിരിക്കുന്ന ഈ പുറത്ത് വരച്ചിരിക്കുന്ന കോണുകളുടെ തുക. ഏതൊരു ബഹുഭുജം എടുത്താലും അതിൻ്റെ തുക എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഇതൊരു പ്രധാന ഫാക്റ്റാണ്, അതങ്ങനെ പഠിച്ചു വെക്കണം. ഏതൊരു ബഹുഭുജത്തിന്, പഞ്ചഭുജം എടുത്താലും ഷഡ്ഭുജം എടുത്താലും, ഇനി 7 വശങ്ങളുള്ള ഒരു ഭുജം എടുത്ത് നോക്കിയാലും, അങ്ങനെയുള്ള എല്ലാ ബഹുഭുജങ്ങളുടെയും ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും എല്ലായ്പ്പോഴും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. For more classes, download PSCtalks.